പശ്ചിമഘട്ടത്തിലെ ശിവഗിരി മലകളിൽ നിന്ന് ഉത്ഭവിച്ച് ഏകദേശം 200 കിലോമീറ്ററോളം ഒഴുകിയതിന് ശേഷം 2 ശാഖകളായി പിരിഞ്ഞ് അതിൽ ഒരു ശാഖ അഴീക്കോട് അഴിമുഖത്ത് വെച്ച് അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാർ. ഈ പെരിയാർ നദി ശാഖയുടെ തീരത്തായി മുസിരീസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ചെടുത്ത പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ കോട്ടപ്പുറം വാട്ടർഫ്രണ്ട്. വാട്ടർ ഫ്രണ്ടിനോട് ചേർന്ന് പുരാതന കോട്ടപ്പുറം ചന്ത. ഈ ചന്തയുടെ ഒരറ്റത്തായി നിലനിൽക്കുന്ന കോട്ടപ്പുറം രൂപതയുടെ ഭദ്രാസന ദേവാലയമായ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ നാമധേയത്തിലുള്ള കോട്ടപ്പുറം കത്തീഡ്രൽ ദേവാലയം. ജയ മിഖായേൽ മാലാഖ വാനദീപമേ, ആരുവിന്നിൽ ദൈവസമനെന്നലറിവീറോടെ, വൈരി നിരയെ നരകത്തിലടച്ച ധീരാത്മാ, ജയ മിഖായേൽ മാലാഖ വാനദീപമേ, ആരുവിന്നിൽ ദൈവസമനെന്നലറിവീറോടെ, വൈരി നിരയെ നരകത്തിലടച്ച ധീരാത്മാ. ദുരിതഭാരമറിഞ്ഞു മനുജനലഞ്ഞിടുമ്പോൾ നരനു ശീതള തണൽ വിരിക്കും സ്വർഗമേഘമേ. ദുരിതഭാരമറിഞ്ഞു മനുജനലഞ്ഞിടുമ്പോൾ നരനു ശീതള തണൽ വിരിക്കും സ്വർഗമേഘമേ. തരയിലനവധി അത്ഭുതങ്ങൾ ചെയ്തിടുന്നു നീ, ഇരുളിൽ മർത്യനു വഴിവിളക്കു തെളിച്ചിടുന്നു. ജയ മിഖായേൽ മാലാഖ വാനദീപമേ. വിശുദ്ധ തോമസ് ലീഹ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ, ജ്ഞായ തോമ തുടങ്ങിയ പ്രമുഖ ക്രൈസ്തവ വ്യക്തിത്വങ്ങളുടെ പാദസ്പർശനത്താൽ പുണ്യഭൂമിയായ കോട്ടപ്പുറത്തെ ഈ കത്തീഡ്രൽ ദേവാലയത്തിന് ഒത്തിരി ആത്മീയ ആകർഷണങ്ങളുണ്ട്. ഈ കത്തീഡ്രലിൻ്റെ ഏറ്റവും വലിയ ആത്മീയ ചൈതന്യം എന്തെന്നാൽ ദേവാലയത്തിൻ്റെ അൾത്താരയിൽ സ്ഥാപിച്ചിരിക്കുന്ന വിശുദ്ധ മിഖായേൽ മാലാഖയുടെ അത്ഭുത തിരുസ്വരൂപമാണ്. സ്പെയിനിൽ നിന്നും കൊണ്ടുവരുന്ന വഴി കപ്പലപകടത്തിൽ നിന്നും മിഷണറിമാരെ അത്ഭുതകരമായി രക്ഷിച്ച ഈ തിരുസ്വരൂപം 5 നൂറ്റാണ്ടുകളായി കോട്ടപ്പുറത്തിൻ്റെ കാവലാളായി ഇവിടെ നിലകൊള്ളുന്നു. പിൽക്കാലത്തുണ്ടായ യുദ്ധങ്ങളെയും ആക്രമണങ്ങളെയും അതിജീവിച്ച ഈ തിരുസ്വരൂപം ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണമാണ്.
വിശുദ്ധ തോമാസ് ലേഹ സ്ഥാപിച്ച പ്രഭാവലയത്തോടെ സ്വയം ഉയർന്ന് സമുദ്രസഞ്ചാരികൾക്ക് ദീപസ്തംഭം പോലെ വഴികാട്ടിയിരുന്ന അത്ഭുത കുരിശ് ഉണ്ടായിരുന്നെന്ന് വിശ്വസിക്കപ്പെടുന്ന തോമാസ് ലേഹായുടെ കപ്പേളയും ഭാരതീയ ക്രിസ്ത്യാനികളുടെ വളർച്ചയ്ക്ക് പിന്നിലെ പ്രമുഖ വ്യക്തിത്വങ്ങളിൽപ്പെട്ട ഫാദർ വിൻസെന്റ് ലാഗോസ്, ജ്ഞായ തോമ തുടങ്ങിയവരുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്ന തിരുക്കുടുംബത്തിന്റെ കുരിശുപള്ളിയും ഈ കത്തീഡ്രൽ ദേവാലയത്തിന് കീഴിലാണ്. ഈ കത്തീഡ്രൽ ദേവാലയത്തിന്റെ ചരിത്രം തുടങ്ങുന്നത് AD 52 ഇന്നത്തെ കോട്ടപ്പുറം, കൊടുങ്ങല്ലൂർ, അഴീക്കോട്, പട്ടണം തുടങ്ങിയ സ്ഥലങ്ങൾ ഉൾപ്പെട്ട അന്നത്തെ മുസിരീസ് തുറമുഖത്തിൽ വിശുദ്ധ തോമാസ് ലിഹ കപ്പലിറങ്ങിയതോടുകൂടിയാണ്. തോമാസ് ലിഹായുടെ സുവിശേഷ പ്രഘോഷണത്താൽ മുസിരീസ് ഭാഗങ്ങളിൽ വിവിധ മതങ്ങളിൽപ്പെട്ടവർ ക്രിസ്ത്യാനികൾ ആയതോടുകൂടി കോട്ടപ്പുറം കേന്ദ്രീകരിച്ചും ഒരു ക്രിസ്ത്യൻ സമൂഹം ഉയർന്നു വന്നു. മണിഗ്രാമം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇപ്പോഴത്തെ കത്തീഡ്രൽ പള്ളിയുടെ അടുത്ത് തന്നെയായിരുന്നു അവർ താമസിച്ചിരുന്നത്. വിനയമോടെ ഞങ്ങൾ സന്നിധി ചേർന്നിടുന്നിതാ, സദയമങ്ങേ ചിറകിനടിയിൽ കാത്തിടേണമേ. വിനയമോടെ ഞങ്ങൾ സന്നിധി ചേർന്നിടുന്നിതാ, സദയമങ്ങേ ചിറകിനടിയിൽ കാത്തിടേണമേ. നമ്മളീ കാണുന്ന കപ്പേള തോമാസ് ലിഹ കോട്ടപ്പുറത്ത് വന്നിറങ്ങിയപ്പോൾ സ്ഥാപിച്ച കുരിശിന്റെ സ്ഥാനത്താണ് നിലനിൽക്കുന്നത്. മുമ്പ് പറഞ്ഞ ഈ കുരിശാണ് അത്ഭുതകരമായി അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന് കടൽ യാത്രികർക്ക് വഴികാട്ടിയായിരുന്നതെന്നാണ് പാരമ്പര്യ വിശ്വാസം. പിന്നീട് ഉണ്ടായ ഡച്ച് ടിപ്പു സുൽത്താൻ ആക്രമണങ്ങളിൽ ഇത് നശിപ്പിക്കപ്പെടുകയോ മോഷ്ടിക്കപ്പെട്ട് അറിയപ്പെടാത്ത ഏതെങ്കിലും സ്ഥലങ്ങളിൽ സൂക്ഷിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടാകാം. തോമാസ് ലിഹ സ്ഥാപിച്ച കുരിശു കൂടാതെ ഇന്നത്തെ കത്തീഡ്രൽ നിൽക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ പള്ളി കൂടി സ്ഥാപിക്കപ്പെട്ടു. തദ്ദേശീയ പാരമ്പര്യ വിശ്വാസപ്രകാരം തോമാസ് ലിഹ തന്നെയാണ് ഈ പള്ളിയും സ്ഥാപിച്ചത്. തോമസ് ലീഹ നേരിട്ട് സ്ഥാപിച്ച മറ്റു 7 പള്ളികൾ പോലെ എഴുതപ്പെടാത്തതുകൊണ്ടും വാമൊഴിയായി പോലും മറ്റ് സ്ഥലങ്ങളിലേക്ക് പ്രചരിക്കപ്പെടാത്തതുകൊണ്ടും ഈ പാരമ്പര്യ വിശ്വാസം തദ്ദേശീയതയിൽ ഒതുങ്ങിപ്പോയതായിരിക്കാം. മണിഗ്രാമത്തിലെ ആദിമ ക്രിസ്ത്യാനികൾ പ്രാർത്ഥനയ്ക്ക് ഒരുമിച്ചു കൂടിയത് ഇവിടെയായിരുന്നു. നരകസാത്താൻ ഞങ്ങളെ അലട്ടിടുമ്പോൾ അഭയമേകി അനന്തരാജ്യത്തിൽ ചേർത്തിടേണമേ. ജയമിഖായേൽ മാലാഖ വാനദീപമേ, ആരുവിന്നിൽ ദൈവസമനെന്നലറിവീറോടെ വൈരി നിരയെ നരകത്തീയിലടച്ച ധീരാത്മാ. കോട്ടപ്പുറം മിഖായേൽ മാലാഖയുടെ ദേവാലയത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ദേവാലയത്തിൻ്റെയും ഭാരതത്തിലെ മൊത്തം ക്രൈസ്തവരുടെയും ചരിത്രത്തിൽ വിശേഷ സ്ഥാനമുള്ള പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിലുള്ള ഈ കോട്ടപ്പുറം കോട്ട നിർമ്മിതിയും സമീപത്തെ പ്രകൃതിരമണീയമായ ഈ സ്ഥലങ്ങളെയും കുറിച്ച് പറയാതിരിക്കാനാവില്ല. കോട്ടയം ക്നായ കത്തോലിക്ക രൂപതയുടെ ചരിത്രം തുടങ്ങുന്നത് തന്നെ ഇവിടെ നിന്നാണ്. ഇവിടെയാണ് AD 345 ക്നായ തോമയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 72 കുടുംബങ്ങളും കപ്പലിറങ്ങിയത്. അവർ വന്നിറങ്ങിയതിൻ്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ചിരിക്കുന്ന സ്മാരകങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. കത്തോലിക്ക സഭാചരിത്രത്തിലെ മറ്റൊരു സുപ്രധാന ഏടാണ് AD 1503 ബാബിലോണിയൻ പ്രലേറ്റ് മാർ അബൂന ജേക്കബ് മെത്രാൻ മുസ്രീസിൽ വന്നിറങ്ങിയതും കൊടുങ്ങല്ലൂരിൽ പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും. അന്ന് ഇന്നത്തെ പോലെ ക്രൈസ്തവർക്ക് ഒരു സംഘടിത ആത്മീയ സംവിധാനം ഇല്ലായിരുന്നു. അതിനാൽ അന്ന് ബാബിലോണിയ എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ ഇറാൻ, ഇറാഖ് മേഖലകളിൽ നിന്നും വന്നിരുന്ന മെത്രാന്മാരായിരുന്നു ഇവിടെ ഭരണം നടത്തിയിരുന്നത്. 1550 അദ്ദേഹം അന്തരിക്കുന്നതുവരെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ നെടുന്തൂണായി അദ്ദേഹം നിലകൊണ്ടു. 1523 കോട്ടപ്പുറം ഭാഗത്തെത്തിച്ചേർന്ന പോർച്ചുഗീസുകാർ
വടക്ക് വശത്ത് വാട്ടർ ഫ്രണ്ടിലെ ഏകദേശം കുരിശടിയുടെ ഭാഗം മുതൽ തെക്ക് ചന്തയുടെ ഭാഗം വരെ വ്യാപിച്ചിരുന്ന വിശാലമായ ഒരു കോട്ട പണി കഴിപ്പിച്ചു. നമ്മൾ ഈ കാണുന്ന കോട്ടയുടെ ചില ഭാഗങ്ങളാണ് ഇന്ന് പുരാവസ്തു വകുപ്പിൻ്റെ കീഴിൽ സംരക്ഷിക്കപ്പെടുന്നത്. പോർച്ചുഗീസുകാരുമായി നല്ല ബന്ധത്തിലായിരുന്ന ജേക്കബ് മെത്രാൻ തൻ്റെ ആസ്ഥാനം കോട്ടപ്പുറം കോട്ടയ്ക്കുള്ളിൽ പോർച്ചുഗീസ് മിഷണറിമാർ തോമാസ്ലിഹായുടെ നാമധേയത്തിൽ പണിത പള്ളിയുടെ അടുത്തേക്ക് മാറ്റുകയും പള്ളി അദ്ദേഹത്തിൻ്റെ ആസ്ഥാന ദേവാലയമാക്കുകയും ചെയ്തു. തുടർന്ന് മാർ യാക്കോബ് അബൂന മെത്രാൻ്റെ പൂർണ്ണ പിന്തുണയോടെ ഫ്രാൻസിസ്കൻ മിഷണറിയായിരുന്ന ഫാദർ വിൻസെൻ്റ് ഡി ലാഗോസ് 1541 കോട്ടപ്പുറം കോട്ടയ്ക്കുള്ളിൽ സെൻറ്റ് ജെയിംസിൻ്റെ നാമധേയത്തിൽ ഒരു സെമിനാരി സ്ഥാപിച്ചു. പ്രാദേശിക നസ്രാണി യുവാക്കൾക്ക് ആധുനിക രീതിയിലുള്ള വൈദിക പരിശീലനവും ലത്തീൻ ഭാഷാ പഠനവും നൽകിയിരുന്ന ഭാരതത്തിലെ തന്നെ ആദ്യത്തെ കത്തോലിക്ക സെമിനാരിയായിരുന്നു ഇത്. ബിഷപ്പും ഈ പോർച്ചുഗീസ് മിഷണറിയും തമ്മിലുണ്ടായിരുന്ന ആഴത്തിലുള്ള സുഹൃത്ത് ബന്ധമാണ് ഈ ചരിത്രപരമായ സ്ഥാപനത്തിന് വഴി തുറന്നത്. കോട്ടപ്പുറം കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ അൾത്താരയിലുള്ള ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ വിശുദ്ധ മിഖായിൽ മാലാഖയുടെ അത്ഭുത തിരുസ്വരൂപം ആദ്യമായി പ്രതിഷ്ഠിച്ചത് കോട്ടയ്ക്കുള്ളിലെ സെൻറ് തോമസ് ദേവാലയത്തിലാണ്. അതിൻ്റെ ചരിത്രം ഇങ്ങനെയാണ്. 1542 ഫ്രാൻസിസ്കൻ മിഷണറിമാരാണ് സ്പെയിനിൽ നിന്നും വിശുദ്ധ മിഖായിലിൻ്റെ ഈ മനോഹരമായ രൂപം കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. അറബിക്കടലിലെ അതിശക്തമായ ഒരു കൊടുങ്കാറ്റിൽ കപ്പൽ തകരാൻ തുടങ്ങിയപ്പോൾ മിഷണറിമാർ ഈ രൂപത്തിനു മുമ്പിൽ ഏകമനസ്സോടെ പ്രാർത്ഥിക്കുകയും അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു. ഇതിൻ്റെ നന്ദി സൂചകമായി അവർ കോട്ടയ്ക്കുള്ളിലെ പള്ളിയിൽ ഈ രൂപം പ്രതിഷ്ഠിച്ചു. അന്നു മുതലാണ് കോട്ടപ്പുറത്തിൻ്റെ സ്വന്തം കാവൽ മാലാഖയായി വിശുദ്ധ മിഖായേൽ മാലാഖ മാറിയത്. കന്യാകുമാരി അടക്കമുള്ള തെക്കൻ തീരങ്ങളിലെ പ്രേക്ഷിത പ്രവർത്തനത്തിന് ശേഷം ഗോവയിലേക്ക് പോകുന്ന വഴി വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ കൊച്ചിയിൽ താമസിച്ചിരുന്നു. ആ സമയത്ത് അദ്ദേഹം 3 തവണ കോട്ടപ്പുറം കോട്ടയും സമീപ പ്രദേശങ്ങളും സന്ദർശിച്ചതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. 1549 അദ്ദേഹം വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയ്ക്കയച്ച കത്തിൽ കോട്ടയ്ക്കുള്ളിലെ സെൻറ് ജെയിംസ് സെമിനാരിയെക്കുറിച്ചും സെൻറ് തോമസ് പള്ളിയെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. ഈ പള്ളികളിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ദണ്ഡവിമോചനത്തിന് വേണ്ടി വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള വഴി വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ പാപ്പയോട് അഭ്യർത്ഥിക്കുകയും തുടർന്ന് പാപ്പ 1551 ഒക്ടോബർ 24 സെൻറ് തോമസ് പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചതായി രേഖകളുണ്ട്. 1599 ഉദയംപേരൂർ സൂനഹദോസിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ അതിരൂപത സ്ഥാപിതമായി. നൂറ്റാണ്ടുകളായി ചിതറിക്കിടന്ന ക്രൈസ്തവ സമൂഹത്തെ പൊതുവായ ഒരു ഭരണത്തിന് കീഴിൽ കൊണ്ടുവരുവാനും അവരുടെ വിശ്വാസ ജീവിതം കൂടുതൽ ചിട്ടപ്പെടുത്തുവാനും അതിരൂപത സഹായമായി. ഏറെ പ്രത്യേകതയുള്ള കാര്യം, ഈ അതിരൂപതയുടെ ആസ്ഥാനവും കോട്ടപ്പുറം കോട്ടയ്ക്കുള്ളിലായിരുന്നു. ഈ അതിരൂപത 1609 മുതൽ 1782 വരെ നിലനിന്നിരുന്നു. 1663 ഡച്ചുകാർ കോട്ടപ്പുറം കോട്ട ആക്രമിച്ച് കീഴടക്കി. കടുത്ത കത്തോലിക്ക വിരുദ്ധരായിരുന്ന അവർ കോട്ടയ്ക്കുള്ളിലെ പള്ളിയും സെമിനാരിയും അതിരൂപത ഓഫീസും തകർത്തു. കത്തോലിക്ക മിഷണറിമാരെ അവിടെ നിന്നും പുറത്താക്കുകയും ചെയ്തു. കോട്ടയ്ക്കുള്ളിലെ പള്ളി തകർക്കപ്പെട്ടപ്പോൾ വിശ്വാസികൾ പള്ളിയിൽ പ്രതിഷ്ഠിച്ചിരുന്ന വിശുദ്ധ മിഖായേലിൻ്റെ അത്ഭുത തിരുസ്വരൂപം അതീവ രഹസ്യമായി കോട്ടയ്ക്ക് പുറത്ത്
മുൻപ് പറഞ്ഞ ഇപ്പോഴത്തെ കത്തീഡ്രൽ ദേവാലയം നിൽക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന സെന്റ് തോമസ് ചെറിയ പള്ളിയിലേക്ക് മാറ്റി സ്ഥാപിച്ചു. അങ്ങനെ ആ ചെറിയ പള്ളി ഈ പ്രദേശത്തെ പ്രധാന ആരാധന കേന്ദ്രമായി മാറി. ആയിരത്തി 1789 ടിപ്പു സുൽത്താന്റെ ആക്രമണത്തിൽ പ്രദേശത്തെ മിക്ക ദേവാലയങ്ങളും കോട്ടയുടെ ശേഷിച്ച ഭാഗങ്ങളും തകർക്കപ്പെട്ടതോടൊപ്പം സെന്റ് തോമസ് ചെറിയ പള്ളിക്കും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. യുദ്ധങ്ങൾക്ക് ശേഷം 1802 എത്തിച്ചേർന്ന കർമ്മലിത്ത മിഷണറിമാർ ഈ പള്ളി പുതുക്കി പണിയുകയും ഡച്ച് ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുത്തി ഈ പള്ളിയിൽ സൂക്ഷിച്ചിരുന്ന സ്പെയിനിൽ നിന്നും കൊണ്ടുവന്ന അത്ഭുത തിരുസ്വരൂപം ഔദ്യോഗികമായി പ്രതിഷ്ഠിക്കുകയും പള്ളിയെ സെന്റ് മൈക്കിൾസ് ദേവാലയം എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. കൂടാതെ കർമ്മലീത്ത മിഷണറിമാർ ഈ ദേവാലയത്തെ വരാപ്പുഴ വികാരിയത്തിൽ കീഴിൽ ഇടവകയാക്കി ഉയർത്തുകയും ചെയ്തു. 1890 വീണ്ടും ജീർണാവസ്ഥയിലായ ഈ ദേവാലയം പുനർനിർമ്മിച്ചത് സ്പെയിനിൽ നിന്നും വന്ന കർമ്മലീത്ത മിഷണറിമാർ ആണ്. 1987 കോട്ടപ്പുറം രൂപത സ്ഥാപിതമായപ്പോൾ ഈ ദേവാലയത്തെ രൂപതയുടെ ഭദ്രാസന ദേവാലയം ആയി ഉയർത്തി. ഇന്ന് നാം കാണുന്ന ഗോത്തിക് ശൈലിയിലുള്ള മനോഹരമായ കത്തീഡ്രൽ ദേവാലയം 1890 പണിത ദേവാലയം പുനർനിർമ്മിച്ചതാണ്. 1997 ഒക്ടോബർ 4 നിലവിലെ ദേവാലയം കൂദാശ ചെയ്തത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്പെയിനിൽ നിന്നും വിശുദ്ധ മിഖായേൽ മാലാഖയുടെ തിരുരൂപവുമായി കുറച്ച് മിഷണറിമാർ കപ്പൽ കയറി. പ്രക്ഷുബ്ധമായ കടൽച്ചുഴികളെ വകഞ്ഞുമാറ്റി ആ കപ്പൽ യാത്ര തുടരവേ നടുക്കടലിൽ വെച്ച് അവർ അതിശക്തമായ കൊടുങ്കാറ്റിലകപ്പെട്ടു. കപ്പൽ തകരുമെന്നുറപ്പായ ആ നിമിഷം അവർ മനമുരുകി ആ തിരുരൂപത്തിനു മുന്നിൽ പ്രാർത്ഥിച്ചു. അവരുടെ വിളികേട്ട് ആ മരണമുഖത്തു നിന്നും മിഷണറിമാരെയും കപ്പലിനെയും അത്ഭുതകരമായി രക്ഷിച്ച മിഖായേൽ മാലാഖയുടെ ആ പുണ്യരൂപമാണ് കോട്ടപ്പുറം കത്തീഡ്രലിൻ്റെ അൾത്താരയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ തിരുസ്വരൂപം. ജയ മിഖായേൽ മാലാഖ വാനദീപമേ, കോട്ടപ്പുറത്തിൻ പുളകമായ ഭക്തവത്സല, ആരുവിന്നിൻ ദൈവസമനിന്നലറിവീറോടെ, വൈരി നിരയെ നരകതീലടച്ച ധീരാത്മാ. തടിയിൽ തീർത്ത അതിമനോഹരമായ ഈ പുരാതന തിരുസ്വരൂപം വെറുമൊരു ശില്പമല്ല, 500 വർഷങ്ങളായി കോട്ടപ്പുറം നിവാസികളുടെ കാവലായും കരുതലായും ഇരിക്കുന്ന വിശ്വാസത്തിൻ്റെ ജീവിക്കുന്ന അടയാളമാണ്. അത്യാപത്തുകളിൽ തുണയായും അന്ധകാര ശക്തികളിൽ നിന്നുള്ള സംരക്ഷകനായും ഇവിടെ വാഴുന്ന ഈ പുണ്യരൂപത്തിനു മുമ്പിൽ
സ്വർഗീയ സൈന്യാധിപനായ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ മുന്നിൽ നമുക്കും മനമൊരുക്കി പ്രാർത്ഥിക്കാം. ജയ മിഖായേൽ മാലാഖ വാനദീപമേ, കോട്ടപ്പുറത്തിൻ പുളകമായ ഭക്തവത്സലാ, ആരുവിന്നിൻ ദൈവസമനിന്നലറിവീറോടെ, വൈരി നിരയെ നരകത്തിലടച്ച ധീരാത്മാ. 16-ാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ട പിന്നീട് പുനർനിർമ്മിച്ച ഇപ്പോഴത്തെ ഇടവക പള്ളികളുടെ നിർമ്മിതികളോട് കിടപിടിക്കുന്ന ചരിത്രപരമായി പ്രാധാന്യമുള്ള ഒരു കുരിശുപള്ളി ഈ കത്തീഡ്രൽ ദേവാലയത്തിന് കീഴിലുണ്ട്. കോട്ടപ്പുറം കോട്ടയ്ക്കടുത്ത് കോട്ടപ്പുറത്തെയും തിരുത്തിപ്പുറത്തെയും ബന്ധിക്കുന്ന പാലത്തിന് കീഴിലായി സ്ഥിതി ചെയ്യുന്ന തിരുകുടുംബത്തിൻ്റെ നാമധേയത്തിലുള്ള കുരിശുപള്ളി. ചരിത്രരേഖകൾ പ്രകാരം ഭാരതത്തിലെ ആദ്യ സെമിനാരി സ്ഥാപിച്ച ഫാദർ വിൻസെൻ്റ് ലാഗോസിൻ്റെയും പെഡ്രോ ലോപ്പസിൻ്റെയും ഗ്നായി തോമയുടെയും മറ്റു പ്രമുഖ ക്രൈസ്തവ വ്യക്തിത്വങ്ങളുടെയും ഭൗതിക ശരീരങ്ങൾ അടക്കം ചെയ്തിരിക്കുന്നത് ഈ ചാപ്പലിനോട് ചേർന്നാണ്. 16-ാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ട പഴയ ചാപ്പൽ കാലപ്പഴക്കത്താൽ നശിച്ചുപോയതിനെ തുടർന്ന് 1930കളിൽ ഇത് പുനർനിർമ്മിക്കപ്പെട്ടു. ഇന്ന് നാം കാണുന്ന ഈ ചരിത്ര സ്മാരക ദേവാലയം അതിൻ്റെ പൗരാണികത നിലനിർത്തിക്കൊണ്ട് പുനർനിർമ്മിച്ച് കൂദാശ ചെയ്തത് 2016ലാണ്. വിനയമോടെ ഞങ്ങൾ സന്നിധി ചേർന്നിടുന്നിതാ, സദയമങ്ങേ ചിറകിനടിയിൽ കാത്തിടേണമേ. ദുരിതഭാരമറിഞ്ഞു മനുജനലഞ്ഞിടുമ്പോൾ നരനു ശീതള തണൽ വിരിക്കും സ്വർഗമേഘമേ. ദുരിതഭാരമറിഞ്ഞു മനുജനലഞ്ഞിടുമ്പോൾ നരനു ശീതള തണൽ വിരിക്കും സ്വർഗമേഘമേ. കരയിലനവധി അത്ഭുതങ്ങൾ ചെയ്തിടുന്നു നീ, ഇരുളിൽ മർത്യനു വഴിവിളക്കു തെളിച്ചിടുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് മിഷനറിമാരെ രക്ഷിച്ച അത്ഭുത തിരുരൂപം അടക്കം കോട്ടപ്പുറം പള്ളിമുറ്റത്തും പള്ളിയുടെ ഉള്ളിലുമുള്ള മിഖായേൽ മാലാഖയുടെ തിരുരൂപങ്ങൾ ഒരുമിച്ചൊന്ന് കണ്ടാലോ? വിനയമോടെ ഞങ്ങൾ സന്നിധി ചേർന്നിടുന്നിതാ, സദയമങ്ങേ ചിറകിനടിയിൽ കാത്തിടേണമേ. നരക സാത്താൻ ഞങ്ങളെ അലട്ടിടുമ്പോൾ അഭയമേകി സ്വർഗരാജ്യത്തിൽ ചേർത്തിടേണമേ. ജയ മിഖായേൽ മാലാഖ വാനദീപമേ, കോട്ടപ്പുറത്തിൻ പുളകമായ ഭക്തവത്സലാ, ആരുവിന്നിൻ ദൈവസമനിന്നലറിവീറോടെ, വൈരി നിരയെ നരകത്തിലടച്ച ധീരാത്മാ. ജയ മിഖായേൽ മാലാഖ വാനദീപമേ, കോട്ടപ്പുറത്തിൻ പുളകമായ ഭക്തവത്സലാ.